നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി നിധിൻ മരിച്ചതുമായും ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അത് ലോൺ ആപ്പിന്റെ പ്രശ്നമായും ആ കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നതായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയാണ് എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകും. ആ സംശയം സ്വാഭാവികം അവരുടെ വീട്ടുകാരോടൊപ്പം നാട്ടുകാർക്കും തോന്നേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും ചർച്ച ചെയ്യാത്ത ചില വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി നമുക്ക് ബോധ്യമാവുക. ഈ പറയപ്പെടുന്ന അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, ജാതി അധിക്ഷേപം വരെയുള്ള വിവാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് റാം എന്ന് പറയുന്ന അധ്യാപകനാണ്. കൂടെ മറ്റു ചില അധ്യാപകരുമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഒന്നടങ്കം, റാമിനെ അടക്കം പഠിച്ചിരുന്നവരും അവിടെ പഠിച്ചിട്ട് പുറത്തു പോയവരും ഇപ്പോൾ പഠിക്കുന്നവരും എല്ലാവരും ഒന്നടങ്കം റാമിനെതിരെ തിരിയുകയും റാമിനെ വളരെ മോശക്കാരനാണ് എന്ന തരത്തിൽ പറയുകയും ഒക്കെ ചെയ്തു. കുട്ടികൾ എല്ലാവരും തന്നെ ഈ റാമിനെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ ഒരു അധ്യാപകന് സപ്പോർട്ടുമായി വരും. പക്ഷെ നിർഭാഗ്യവശാൽ ഭാഗ്യവശാലെന്നോ കുട്ടികളുടെ ഭാഗ്യം കൊണ്ടോ എന്തോ ഏതായാലും ഈ റാമിനെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോലും രംഗത്ത് വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അയാൾ അവിടെ ചെയ്തത്? അയാൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി? ഒരു കോളേജിലെ ഒരു അധ്യാപകന് ആ സ്കൂളിലെ അല്ലെങ്കിൽ ആ കോളേജിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ മുഴുവൻ കുട്ടികളെയും വേട്ടയാടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നു. ആരാണ് ആ കോളേജിന്റെ മാനേജ്മെന്റ് എന്ന് പോലും അവിടെയുള്ള കുട്ടികൾക്ക് അറിയില്ല. മാനേജ്മെന്റിന് നൽകിയ പരാതിയിൽ മാനേജ്മെന്റ് കുട്ടികളെ അഡ്രസ് ചെയ്യുന്നില്ല. അവസാനം ഗതികെട്ട് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ആരാണ് ഈ മാനേജ്മെന്റ് എന്നൊക്കെ അന്വേഷിച്ചു പോയിരുന്നു. ആർക്കും മാനേജ്മെന്റുമായി സംസാരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കോളേജ് നടത്തുമ്പോൾ ഒരു കോളേജ് നടത്താൻ ആരെങ്കിലും ഒരു മാനേജ്മെന്റ് മുന്നോട്ട് വന്നാൽ ഇത്ര രഹസ്യ സ്വഭാവത്തോടെ ആ മാനേജ്മെന്റിന്റെ അംഗങ്ങളെ എന്തുകൊണ്ടാണ് പുറത്തു കൊണ്ടുവരാത്തത് എന്ന സംശയം, ആ സ്വാഭാവികമായ സംശയത്തിലാണ് ഞാൻ ചെറിയൊരു അന്വേഷണം നടത്താം എന്ന് തീരുമാനിച്ചത്. ഈ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യമാകും. അതിൽ ചില സംശയങ്ങൾ കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് MA അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരാളും ജബ്ബാർ ഹാജിയുടെ മകനായ ജാബിർ ജബ്ബാറും അവരുടെ ഒരു ബന്ധുവായ മെഹബൂബും മകൾ സമീറ, ഇവർ 4 പേർ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ പറയപ്പെടുന്ന ട്രസ്റ്റിലുള്ളത് എന്ന് പറയുന്നു. ആ ട്രസ്റ്റിന് തന്നെ ഇനിയാണ് അതിന്റെ ഗൗരവ സ്വഭാവമുള്ള കാര്യം വരുന്നത്. അതായത് ആ ട്രസ്റ്റിന്റെ തന്നെ കീഴിലുള്ള ആ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു ട്രസ്റ്റ് കൂടിയുണ്ട്. അതായത് പല ട്രസ്റ്റുകളിലാണ് പല കോളേജുകളും കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ടൂറിസം പ്രോജക്റ്റുകള്, അവർക്ക് ഹോട്ടലുകൾ, ഫാർമസി കോളേജ്, നഴ്സിംഗ് കോളേജ് അടക്കം 5 സ്റ്റാർ ഹോട്ടൽ അടക്കം വലിയ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോന്നായി പൂട്ടി അവസാനം ഇപ്പോൾ ഈ ഡെന്റൽ കോളേജ് മാത്രമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡെന്റൽ കോളേജിനപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന ഈ മാനേജ്മെന്റിലുള്ള ഈ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ജബ്ബാർ ഹാജി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനായി 300 ഏക്കർ മിച്ച ഭൂമി പിടിച്ചു വെച്ച് അവിടെ 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെയാണ് ഈ കോളേജ് നടത്തിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്കെതിരെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി തരം മാറ്റിയത് സംബന്ധിച്ച് വ്യാജരേഖ ഉണ്ടാക്കി ഈ വസ്തുവിൽ തന്നെ കച്ചവടം നടത്തിയതടക്കമുള്ള വിവിധ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അനധികൃതമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച കേസുകളുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ബോധ്യമാകുന്നത് ഈ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോ അഞ്ചരക്കണ്ടി കോളേജിലേക്ക് പോയി SFI അവിടെ യൂണിറ്റ് ഒക്കെ രൂപീകരിച്ചു. എനിക്ക് SFIക്കാരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ അഞ്ചരക്കണ്ടി കോളേജിൽ SFIയുടെ യൂണിറ്റ് രൂപീകരിക്കാനുള്ള സാഹചര്യം എന്തിനാണ് അഞ്ചരക്കണ്ടി കോളേജിൽ ഇപ്പോൾ SFI യൂണിറ്റ് രൂപീകരിച്ചത്? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരല്ല. കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നേക്കുമായി പടിയിറങ്ങിയതോടുകൂടിയാണ് കുട്ടികൾ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്കൊക്കെ തിരിയുന്നത്. ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നല്ല സെൻസിലല്ല കേട്ടോ. കള്ളുകുടി, കഞ്ചാവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ കോളേജ് ക്യാമ്പസുകളിലേക്ക് വന്നത് ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിലച്ചപ്പോഴാണ്. ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിരുന്നു. വളരെ ആക്റ്റീവായി കോളേജുകളിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എപ്പോഴും ഒരു കൂടുതൽ രാഷ്ട്രീയം കലർത്തുന്ന രീതിയിലേക്ക് പോകരുതെന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടന മാത്രമല്ല, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഏറ്റവും താഴത്തെ ലെവലാണ് നമ്മൾ പഠിക്കുന്ന ഈ കോളേജുകളിലുമൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള പ്രവർത്തകർ, കോളേജിൽ നിന്നും താഴെ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകർ നല്ല പൊതുപ്രവർത്തകരാകുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ എതിർക്കുന്ന ആളല്ല. പക്ഷേ
ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, SFI അവിടെ യൂണിറ്റ് രൂപീകരിച്ചു, ശരി, SFI യൂണിറ്റ് രൂപീകരിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് സമരം ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് പറയപ്പെടും. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത്, അതായത് ധർമ്മടത്തിലാണ് ഈ അഞ്ചരക്കണ്ടി, ആ നിയോജക മണ്ഡലത്തിലാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉള്ളത്. അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യവുമല്ല ഈ കോളേജുകളിൽ നടക്കുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പിണറായി വിജയൻ പരസ്യമായി സമ്മതിക്കണം. ഇത്രയും കേസിൽപ്പെട്ട ഒരു പ്രതി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കോളേജ് നടത്തുന്നു, നിരന്തരം കോളേജുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉയർന്നു വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചിയിലേക്കൊന്ന് പോയി വരാം. ഇനി പൊയ്നാച്ചിയിൽ ഒരു ഡെന്റൽ കോളേജ് ഉണ്ട്. ആ ഡെന്റൽ കോളേജ് ഇന്ത്യയിൽ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡെന്റൽ കോളേജാണ്. ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡെന്റൽ കോളേജാണ്. ഒരു കാലത്ത് വാർത്തകൾ ഇടം നേടിയ ഒരു ഡെന്റൽ കോളേജാണ്. ആ ഡെന്റൽ കോളേജിന്റെ പേര് സെഞ്ചുറി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ. അതിനൊപ്പം ഹോസ്പിറ്റൽ ഉണ്ട്, റിസർച്ച് സെന്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെയും ഓണർ ഈ പറയപ്പെടുന്ന അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ ഓണറായിരുന്നു. ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ കോളേജ് അടക്കമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. അവിടെയും ഇതേ തരത്തിലുള്ള അധ്യാപക പീഡനം നടന്നതിനെ തുടർന്ന് ഇപ്പോ ആ ക്യാമ്പസ് എന്നേക്കുമായി അടച്ചുപൂട്ടിയിരിക്കുന്നു. അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഒരുപക്ഷെ മറവി ഉണ്ടായി കാണും. ഈ സെഞ്ചുറി ഡെന്റൽ കോളേജ് നമ്മൾ ചർച്ചയിലായത് IS പോയ നിമിഷ ഫാത്തിമയുമായി ബന്ധപ്പെട്ടാണ്. അന്ന് തന്നെ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു ഈ കോളേജും കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു. പഴയ ബാക്ക് ഫയൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴും അത്തരം വിഷയങ്ങളിലേക്കൊന്നും ചർച്ച പോയില്ല. ഈ അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട് ഈ കോളേജിന്റെ ട്രസ്റ്റിന്റെ ചെയർമാൻ അടക്കമുള്ളവരെ ആ കേസ് നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഈ കോളേജുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു വരാത്തതെന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കും. ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് നിരവധി കേസുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് പൂട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പൊയ്നാച്ചി ഡെന്റൽ കോളേജ്, ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. പല പല പേരുകളിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പല പല സ്ഥാപനങ്ങൾ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സ്ഥാപനങ്ങളെല്ലാം ഒന്നൊന്നായി നിർത്തി അവസാനം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ളത് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് കൂടിയാണ് പൂട്ടാനുള്ളത്. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ഈ പറയപ്പെടുന്ന ട്രസ്റ്റുകളുടെ കീഴിൽ നടത്തിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓരോന്നായി പൂട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ അസ്വാഭാവികതയുണ്ട്. അതിലാരും പരാതിയുമായി പൊതുരംഗത്തേക്ക് വരാത്തതിലും അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ പൊയ്നാച്ചി ഡെന്റൽ കോളേജ് പൂട്ടിയപ്പോ പൊയ്നാച്ചി ഡെന്റൽ കോളേജ് പൂട്ടാനിടയായ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് പുറത്തു വന്നിട്ടില്ല. അപ്പോ അവിടെ നിന്നൊരു വിദ്യാർത്ഥി പോലും അവിടെ പ്രതികരിക്കാനുമില്ല. നിമിഷ ഫാത്തിമയുടെ സംഭവം ഉണ്ടായപ്പോഴും ബിന്ദു പറഞ്ഞിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് പേടിയാണ്, അവരാരും ഒന്നും പറയില്ല എന്ന്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഗുരുതരമായ ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. വൈറ്റ് കോളർ ടെററിസത്തെ കുറിച്ച് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ കോളേജും ഒക്കെ ഈ പറയപ്പെടുന്ന എല്ലാ അവരുടെ സംവിധാനങ്ങളും, അതായത് ഈ ട്രസ്റ്റും വേറെ മറ്റുണ്ടാക്കിയിട്ടുള്ള ട്രസ്റ്റുകളും, അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ട്രസ്റ്റിന്റെ കീഴിലാണ്. അടുത്തത് ഈ പൊയ്നാച്ചി ഡെന്റൽ കോളേജ് മറ്റൊരു ട്രസ്റ്റിന്റെ കീഴിൽ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിർത്തിപ്പോകുന്നത്? ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, ഇവരുടെ മുൻ പ്രവർത്തനങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള പരാതികളാണ് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് കോളേജ് പൂട്ടാനിടയായ സാഹചര്യം ഉണ്ടായത്, വിവരങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹം ഒരുപക്ഷെ ചർച്ച ചെയ്യാതിരിക്കാൻ മാധ്യമങ്ങളടക്കം പുലർത്തുന്ന അലംഭാവം അത് ചർച്ചയാക്കേണ്ടതുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കിയാൽ എല്ലാം ഇടതുപക്ഷത്തേക്ക് ചരിക്കുന്നതാണ്. ഇടതുപക്ഷ സർക്കാരിനോ ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്കോ ആർക്കും ഒരു തട്ടുകേടും ഉണ്ടാകാതിരിക്കാൻ, അവർക്കൊന്നും ഒരു തട്ടുകേടും ഇല്ലാതാക്കി മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, ആ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾ എല്ലാവരും വീട്ടിലുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള മാൻ മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ കുട്ടികളെ എവിടേക്കെങ്കിലും റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളായിരുന്നോ? അവിടെ ജോലി ചെയ്യുന്നവരുടെ ഒക്കെ, അവിടെ ഇത്രയും കാലം ജോലി ചെയ്തിരുന്നവരൊക്കെ എവിടെയാണ്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ? ആ പരാതികൾ പുറത്തു വന്നിട്ടുണ്ടോ? പോലീസിലെത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ ഗൗരവകരമായ അന്വേഷണവും അതും ആയി മുന്നോട്ട് പോകുമ്പോൾ, അത്തരത്തിലുള്ള ഗൗരവകരമായ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരൂ. ഇത്രയും പ്രശ്നമുണ്ടായിട്ടും യാതൊരു വിശദീകരണമോ ഒന്നും തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത്, അവരുടെ ആ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങളടക്കം വരും ദിവസങ്ങളിൽ ആ വിഷയം ഗൗരവകരമായി ചർച്ച ചെയ്യണം. ആരാണ് ഇതിന്റെ ഓണർമാർ? എന്തുകൊണ്ടാണ് ഇവർ മറഞ്ഞിരിക്കുന്നത്?
മറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വരാത്തത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചും അന്വേഷണം പോകേണ്ടതുണ്ട്. അതിനാണ് അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ചൂണ്ടാനാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. മറിച്ച് കേരളത്തിലെ യുവജന സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് അവിടെ പഠിച്ചിരുന്ന, അവിടെ ജോലി ചെയ്തിരുന്ന, അവിടെ ഇവരുടെ മറ്റു സ്ഥാപനങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലടക്കം ജോലി ചെയ്തിരുന്ന ആൾക്കാർ അവരുണ്ടോ, അവരെവിടേക്കാണ് പോയത്, അവരെ ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കടത്തുന്ന ഏജൻസികളായി അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഏജൻസികളായി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഗൗരവകരമായ അന്വേഷണം വേണം. ഇതൊരു സാധാരണ വിഷയമല്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു ലോൺ ആപ്പോ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. വളരെ ഗുരുതരമായ വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അന്വേഷണം ആ തരത്തിൽ കൂടിയാകണം എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്.